ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വേപ്പില കട്ടി എന്ന് പറയുന്ന ചമ്മന്തിപ്പൊടിയാണ്. ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാവുന്ന ഒന്നാണ്. നല്ല ചൂടും ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തിപ്പൊടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് വേണ്ടത് വേപ്പിലയാണ്. നന്നായിട്ട് വേപ്പില വേണം. ഇത് വേപ്പില എത്രത്തോളം ഉണ്ടോ അത്രയും നല്ലതാണ്. പിന്നെ തേങ്ങ, ഇത് ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വളരെ കുറച്ച് മതി. ഉപ്പ്, കുരുമുളക്. ഇതിലെ എരിവിന് പ്രധാനമായിട്ടും എടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, ഇതൊരു 100 ഗ്രാം ചുവന്നുള്ളി നന്നായിട്ട് എത്രത്തോളം ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. എരിവിന് കൂടുതലായിട്ടും കുരുമുളകാണ് എടുക്കുന്നത്. ഇത് മല്ലിപ്പൊടി, ഇത് വലിയ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വാളൻപുളി, ഇത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്. ഇതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ തിരിച്ച് ഇട്ടേക്കണത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര കൂടുതലുള്ള പോലെ തോന്നും. ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം തേങ്ങ ഇടാം. ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കേണ്ട ഒരാവശ്യവുമില്ല. അല്പം ഇത്തിരി കട്ടിയുള്ളൊരു പാത്രം വെച്ച് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അടുക്കി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തേങ്ങ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്നിച്ച് വറുത്തെടുത്താൽ മതി. കുരുമുളക് ഇട്ട് കൊടുത്തേക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുത്തേക്കാം. ഇഞ്ചി, ഇത്രയും ഒന്ന് ആയി വന്നതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, വേപ്പില ഇതെല്ലാം ഇട്ടാൽ മതി. തേങ്ങ ഒരുവിധം ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങ വേണം ഇത് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. മൂപ്പ് കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വറുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തേങ്ങയാവുമ്പോൾ നമുക്കിത് ഇളക്കി നന്നായിട്ട് അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഏകദേശം ഇത്രയൊക്കെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് വേപ്പില എടുത്തു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വേപ്പില എത്രത്തോളം ഉണ്ടോ അത്രയും നല്ലതാണ് വേപ്പില കട്ടി തയ്യാറാക്കുമ്പോൾ. ഈ വേപ്പിലയും കൂടെ ഇതിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മുടെ തേങ്ങയും വേപ്പിലയും ഒരുമാതിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തേങ്ങ ഇത്രയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയുടെ പാകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പും വാളൻപുളിയാണ്. ഉപ്പ് ഇതിട്ട് കൊടുക്കുകയാണ്. വാളൻപുളി, ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വയ്ക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒരലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഇത് ഇങ്ങനെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ബൗളിലേക്ക് ഇടാം. അത് ബൗള് എടുക്കുമ്പോൾ അതിൽ അല്പം പോലും വെള്ളമൊന്നും ഉണ്ടാവരുത്. ഈർപ്പം ഇല്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നാലാണ് ഇത് നമുക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നാളുകളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതുപോലെ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കുമ്പോഴാണെങ്കിലും എടുക്കുമ്പോഴാണെങ്കിലും ഈർപ്പം ഇല്ലാത്ത രീതിയിൽ വേണം സൂക്ഷിച്ച് വെക്കാനും. എടുക്കുന്ന സ്പൂണൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒന്നിച്ച് കൊള്ളൂല. ഇനി ഒരു പ്രാവശ്യം കൂടെ പൊടിക്കാം. നമ്മുടെ വേപ്പില ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് പൊടിച്ചതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് ആയി വരുള്ളൂ. ഈ ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇഡ്ഡലി, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ സ്വാദ് വരുന്നത്. ഇതിന് നല്ലൊരു ബ്രൗൺ കളറല്ല, ചെറിയൊരു പച്ചപ്പ് ചേർന്നിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് ഇതിന് വരുന്നത്. അത് കാരണം വേപ്പില നമ്മൾ കൂടുതൽ ഇടുന്നത് കൊണ്ടാണ് അങ്ങനെ ഉള്ളത്. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വേപ്പില ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോറിൻ്റെ കൂടെ കറികളൊക്കെ കുറവുള്ള ഒരു സമയത്ത് നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഇഡ്ഡലിപ്പൊടി എന്നൊരു ചമ്മന്തിപ്പൊടി കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ. അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ഉള്ള മറ്റ് വീഡിയോകളും ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.